ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ അൽ ഇത്തിഹാദിനെ തോപ്പിച്ചുകൊണ്ട് അണ്ണന്റെ അൽ നസർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. 2-1 വിജയിച്ചത്. ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. എല്ലാവരും കണ്ടാണ്. ബെൻസിമ കളിക്കുമ്പേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വെച്ച് ആരാണ് മികച്ചവനെന്ന് ഈ കളി തീരുമാനിക്കട്ടെ എന്ന്. നിലവിൽ അങ്ങനെ അൽ നസർ അൽ ഇത്തിഹാദിനെ തോപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ നേടിയത് മാനയാണ്. മാനയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതായിരുന്നു. പക്ഷേ ആളുടെ ആദ്യത്തെ ഗോളിന് ശേഷം ആൾക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതാണ്. ബ്രോൺസോവിച്ചിന്റെ ഒരു അത്യാവശ്യം ഇടപെടൽ ഉണ്ടായിരുന്നു മാച്ചിൽ ഉടനീളം തന്നെ. ആളുടെ അസിസ്റ്റിലായിരുന്നു മാനയുടെ ആ ഫിനിഷിങ്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു. നിലവിൽ അത് കഴിഞ്ഞിട്ട് മാനയ്ക്കൊരു അബദ്ധം പറ്റി. അൽ ഇത്തിഹാദിന്റെ ഗോൾ കീപ്പറിന്റെ മണിയാളൊന്ന് ചവിട്ടി പൊട്ടിച്ചു. അങ്ങനെ ആൾക്ക് റെഡ് കാർഡ് കിട്ടി. പിന്നീട് അൽ ഇത്തിഹാദ് പതിയെ കളിയിലേക്ക് തിരിച്ചു വന്നതാണ് നമ്മൾ കണ്ടത്. നിലവിൽ ഫസ്റ്റ് ഹാഫിൽ പിന്നെ അങ്ങോട്ട് അൽ നസർ ഡൗൺ ആയി. പിന്നീട് നമ്മുടെ ബെർജോനാണ് ഒരു ഗോൾ അടിച്ചത്. നമുക്കറിയാം ആൾ ടോട്ടനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് അയാൾ അജാക്സിലേക്ക് പോയത്. പിന്നീട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ടാക്ടിക്കലി നല്ല മാറ്റം തന്നെ കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അൽ നസറിൽ. നമുക്കറിയാം ജാവോ ഫെലിക്സിന്റെ ഒക്കെ ഒരു പ്രൈം വെർഷനാണ് അവിടെ കണ്ടത്. ആള് ലോണിലൊക്കെ പോയിട്ട് അധികം നല്ല കളിയായിരുന്നില്ല. പിന്നീട് കണ്ടതും വേറെ കളിയാണ്. ക്രിസ്ത്യാനോയുടെ ആ ഒരു അസിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ആള് അൺസെൽഫിഷ് ആയിട്ടാണ് ആ പന്ത് ഫെലിക്സിന് കൊടുത്തത്. നേരത്തെ പറയുമായിരുന്നു ആളൊരു സെൽഫിഷ് ആണെന്ന്. പക്ഷെ ആള് അത്യാവശ്യം രണ്ടുമൂന്ന് ചാൻസുകളൊക്കെ ക്രിസ്ത്യാനോക്ക് മാനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് കുറച്ച് സെൽഫിഷ് ആയിരുന്നു ആദ്യം. പിന്നീടാണ് ആ ഗോള് പതിയെ വന്നത്. ആളുടെ ഇപ്പം കളി കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആൾക്ക് എങ്ങനെയെങ്കിലും ആ ട്രോഫി അടിക്കണമെന്നുണ്ട് നിലവിൽ. ഫൈനൽ നമുക്കറിയാം അഹലിയായിട്ടാണ് നിലവിൽ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നല്ല നല്ല ഫോമിലാണ്. അത്യാവശ്യം പണിയറിയാവുന്ന ഒരു കോച്ചും കൂടി ഉണ്ട് ടീമിനൊപ്പം. സോ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റിയ ഒരു ട്രോഫി തന്നെയാണ് ഇത്. എന്തായാലും എടുത്തു പറയേണ്ടത് ഇയാളുടെ ഒരു ടാക്ടിക്കൽ ചേഞ്ച് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടായിരുന്നത് നന്നായിട്ട് തന്നെ ടീം ഓർഗനൈസ് ചെയ്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അൽ ഹിലാലി നല്ല കളി തന്നെയായിരുന്നു ജോർജസിന്റെ അണ്ടറിൽ. ഇപ്പോൾ ഇതാ നമുക്ക് അതുപോലത്തെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കോച്ചിനെ കിട്ടിയിട്ടുണ്ട്. പണ്ടം പറഞ്ഞാൽ കിട്ടാത്തൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. സോ ആള് പറയുന്നത് ക്രിസ്ത്യാനോ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ക്രിസ്ത്യാനോ ഉള്ളത് കൊണ്ടാണ് ടീമിൽ വന്നതെന്നാണ്. ജാവോ ഫിലിക്സിന്റെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത് ആളൊരു ബീസ്റ്റ് ആയിരുന്നു. നിലവിൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കുറെ നാളായിട്ട് മിസ്സിങ് ആയിട്ടുള്ളൊരു നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ. അപ്പൊ ഇതിൽ നിന്ന് നിലനിന്ന് പോകില്ല എന്നൊക്കെ നമുക്കറിയാം. ഫൈനലിലും ഈ പെർഫോമൻസ് ആണെങ്കിൽ എന്തായാലും കപ്പടിക്കാൻ പറ്റും. മാനേക്ക് കളിക്കാൻ പറ്റില്ല, പക്ഷെ പകരം കളിക്കാൻ എന്തായാലും കോമൻ ഉണ്ട് മിഡ്ഫീൽഡിൽ. ഒരാളെയും കൂടി ഇറക്കി വെച്ചാൽ മതി. എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു CR7 സെക്കൻഡ് ഹാഫിലായപ്പോൾ. അപ്പൊ ആൾക്ക് എന്തായാലും ആളുടെ ഈ ട്രോഫി അടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. പലപ്പോഴും അങ്ങനെ ഒരു പറയാത്ത പേരാണ് ബ്രോൺസോവിച്ചിന്റെ. ആള് മിഡ്ഫീൽഡിൽ എന്തായാലും അത്യാവശ്യം നല്ല കളി തന്നെയാണ് കളിക്കാറ്. എപ്പോഴും ഡീപ് ലൈൻ മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാറ്. ഡിഫൻസീവിലും അത്യാവശ്യം തിരക്കില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. ഈ മാച്ചിലും ആളൊരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് മാനയുടെ ഗോൾ വന്നത്. ആൾ ഇന്ററിൽ നിന്നാണ് വന്നപ്പോൾ മുതൽ അത്യാവശ്യം നല്ലൊരു കളി തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ ആൾ ഒരു അൺറൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ആരും അങ്ങനെ പറയാറില്ല. അതുപോലെ തന്നെയാണ് ഇനിഗോ മാർട്ടിനസിന്റെ കളി. ആളൊരു ബീസ്റ്റ് ആയിരുന്നു. ഫിസിക്കലിയൊക്കെ നമ്മുടെ ബെൻസിമയായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കളിക്ക് ശേഷം നമ്മൾ കണ്ടാണ് ക്രിസ്ത്യാനോട്ടുള്ള ഒരു പാഷനൊക്കെ. അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നിലവിൽ എന്തായാലും അവർക്കൊരു സെന്റർ ബാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നല്ലൊരു സെന്റർ ബാക്കിനെ അൽ നസറിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഫൈനൽ വന്നത് അൽ അഹലിയായിട്ടാണ്. അപ്പൊ അവരും അത്യാവശ്യം മികച്ച ടീം തന്നെയാണ്. നമുക്കറിയാം അതിൽ കെസി ഉണ്ട്. അവരിപ്പോ നിലവിൽ 5-1 നിലവിൽ സെമി ഫൈനലിൽ ജയിച്ചു വന്നത്. അപ്പൊ ഇനി ഫൈനലിലേക്ക് എന്താവും എന്ന് നമുക്കറിയില്ല. ഗലേനോക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് അതിൽ നിന്ന്. പിന്നെ മഹാറസ് ഉണ്ട്. ഫെർമിനോക്ക് കളിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും.